കർത്താവെ, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. സങ്കീർത്തനം 90:8. ആത്മപരിശോധന സഹായി. ദൈവപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ. 1-ാം പ്രമാണം. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അന്യദേവ ആരാധന, സാത്താൻ ആരാധന, സൃഷ്ടികളെ ആരാധിക്കൽ, സൃഷ്ടവസ്തുക്കളിൽ ആശ്രയം വയ്ക്കൽ, ദുരാചാരങ്ങൾ, ഭാവി അറിയുന്നതിനുള്ള വഴികൾ തേടൽ, വിഗ്രഹാരാധന, സത്യവിശ്വാസത്തിന് എതിരായവ, ദൈവദോഷം അഥവാ കൂദാശകളുടെ അയോഗ്യമായ സ്വീകരണം, ദൈവവചനത്തിനെതിരായ തെറ്റുകൾ, ദേവാലയത്തോടുള്ള തെറ്റുകൾ, ദേവാലയ പരിസരങ്ങളുടെ ദുരുപയോഗം, ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരോടുള്ള തെറ്റുകൾ. 2-ാം പ്രമാണം. ദൈവത്തിൻ്റെ തിരുനാമം വൃഥ ഉപയോഗിക്കരുത്. ദൈവനാമത്തിൻ്റെ വൃഥ ഉപയോഗം, ദൈവദൂഷണം, ദൈവിക കാര്യങ്ങളെ ദുഷിക്കൽ. 3-ാം പ്രമാണം. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. കർത്താവിൻ്റെ ദിനത്തെ അനാദരിക്കൽ, കർത്തൃദിനത്തിൽ പരിശുദ്ധിക്കെതിരായ പ്രവർത്തികൾ, കർത്തൃദിനം വ്യതകാര്യങ്ങൾക്കായി ദുരുപയോഗിക്കുക, ഞായറാഴ്ച ആചരണം. 4-ാം പ്രമാണം. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. മാതാപിതാക്കന്മാരോടുള്ള കടമകളുടെ അടിസ്ഥാനത്തിൽ, അധികാരികളോടുള്ള കടമകളുടെ അടിസ്ഥാനത്തിൽ, ജീവിത പങ്കാളിയോടുള്ള കടമകളുടെ അടിസ്ഥാനത്തിൽ, മക്കളോടുള്ള കടമകളുടെ അടിസ്ഥാനത്തിൽ, കുടുംബാംഗങ്ങളോടുള്ള കടമകളുടെ അടിസ്ഥാനത്തിൽ. 5-ാം പ്രമാണം. കൊല്ലരുത്. ജീവഹാനി, ശാരീരിക ദണ്ഡനം, ആത്മീയ കൊലപാതകങ്ങൾ, ഭർതൃഹത്യാപരമായ സംസാരം, സഹോദര സ്നേഹത്തിനെതിരായ ഗുരുതര തെറ്റുകൾ, ആരോഗ്യം നശിപ്പിക്കുന്നത്. 6-ാം പ്രമാണം. വ്യഭിചാരം ചെയ്യരുത്. ശാരീരിക ബന്ധം വഴിയുള്ള അശുദ്ധ പാപങ്ങൾ, സ്പർശനം വഴിയുള്ള അശുദ്ധ പാപങ്ങൾ, കാഴ്ച വഴിയുള്ള അശുദ്ധ പാപങ്ങൾ, കേൾവി വഴിയുള്ള അശുദ്ധ പാപങ്ങൾ, ലൈംഗിക വൈകൃതങ്ങൾ, സ്വയംഭോഗം, ലൈംഗിക വിനോദങ്ങൾ, ലൈംഗിക ആസക്തിയിൽ പ്രേരിത ദാമ്പത്യ ബന്ധം, വസ്ത്രധാരണം വഴിയുള്ള തെറ്റുകൾ. 7-ാം പ്രമാണം. മോഷ്ടിക്കരുത്. മോഷ്ടിക്കുക, തിരികെ കൊടുക്കാതിരിക്കുക, സ്വത്ത് കയ്യേറുക, ബിസിനസ്സിലെ തെറ്റുകൾ, ജോലി രംഗത്തുള്ള വീഴ്ചകൾ, കളവ് കാണിക്കൽ. 8-ാം പ്രമാണം. കള്ളസാക്ഷി പറയരുത്. 9-ാം പ്രമാണം. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. 10-ാം പ്രമാണം. അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. മൂലപാപങ്ങളുടെ അടിസ്ഥാനത്തിൽ. 1. അഹങ്കാരം. 2. അസൂയ. 3. കോപം. 4. ജഡികാസക്തി. 5. ദ്രവ്യാസക്തി. 6. കൊതി. 7. മടി. തിരുസഭയുടെ 5 കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ. തിരുസഭയെ യേശുവിൻ്റെ ശരീരമായി കണ്ടില്ല. തിരുസഭയെ സ്നേഹിച്ചില്ല. തിരുസഭാ നേതൃത്വത്തോട് അകാരണമായി അകന്നു കഴിഞ്ഞു. തിരുസഭയുടെ നിയമങ്ങളോട് അവിശ്വസ്തത കാണിച്ചു. തിരുസഭാ നിലപാടുകളെ വിമർശിച്ചു. ഞായറാഴ്ചകളിൽ മുഴുവൻ കുർബാനയിൽ പങ്കെടുത്തില്ല. കടപ്പെട്ട തിരുനാളുകളിൽ കുർബാന മുടക്കുകയുണ്ടായി. ആണ്ടിലൊരിക്കൽ പോലും കുമ്പസാരിക്കാതെയിരുന്നു. പെസഹ കാലത്ത് പോലും ദിവ്യകാരുണ്യ സ്വീകരണം മുടക്കി. ദുഃഖവെള്ളി, വിഭൂതി എന്നീ ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിച്ചില്ല. 20 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവരെ സംബന്ധിച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും മാംസവർജനം നടത്തിയില്ല. വിലക്കപ്പെട്ട കാലത്ത് വിവാഹാഘോഷം നടത്തി. തിരുസഭ വിലക്കിയിരിക്കുന്നവരുമായി വിവാഹം നടത്തി. ഇടവക ദേവാലയത്തിനുള്ള ഓഹരി നൽകിയില്ല. വരുമാനത്തിൻ്റെ 10-1 ദേവരാജ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചില്ല.